ഗവൺമെന്റ് സ്കൂളുകൾക്ക് പലപ്പോഴും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരെ കുറവായിരിക്കും. എന്തിനേറെ പറയുന്നു, പല ഗവൺമെന്റ് കോളേജിലും വൃത്തിയുള്ള ടോയ്ലറ്റുകളോ ഒരു ഡ്രിങ്കിങ് ഫെസിലിറ്റിയോ പോലും ഇല്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ പലപ്പോഴും അണ്ടർ സ്റ്റാഫ്ഡ് ആയിരിക്കും. അതായത് 10 പേര് വേണ്ടിയെടുത്ത് 2 പേരായിരിക്കും. ഈ കുട്ടികളെല്ലാം വളർന്ന് വലുതാവുമ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റി ഉണ്ടായി, ഇവിടെ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റി ഉണ്ടായി. ഈ രണ്ട് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ്. ഭാവിയിൽ നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം കോളേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ ലെവൽ ഓഫ് സ്കിൽ സെറ്റും ഈ ലെവൽ ഓഫ് സ്കിൽ സെറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്കില്ലിൽ നിന്ന് എടുക്കും, ഈ സ്കില്ലിൽ നിന്ന് എടുക്കും, ഞാൻ ഈ സ്കില്ലിൽ നിന്ന് എടുക്കുള്ളൂ, ഈ വലിയ സ്കില്ലുള്ള ആളുകൾ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഈ താഴെയുള്ള കുട്ടികളെല്ലാം പിന്നെയും താഴേക്കിടയിൽ തന്നെ നിൽക്കും. അപ്പോൾ സമൂഹത്തിൽ എക്കണോമിക്കലി 2 ക്ലാസ്സുകളെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റാഫ് നമ്മളെങ്ങനെ നമുക്കൊരു ഫിനാൻസ് എങ്ങനെ ചെയ്യണം, നമുക്ക് എങ്ങനെ സേവിങ്സ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യണോ, എത്ര പൈസ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടുന്ന സാലറിയുടെ എത്ര പെർസെൻറ്റേജ് സ്പെൻഡിങ്ങിന് ഉപയോഗിക്കണം, എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് സേവ് ചെയ്യണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? കടുകട്ടി പുസ്തകങ്ങൾ, ചെയ്താലും തീരാത്ത ഹോംവർക്കുകൾ, അടിക്കടി ഉണ്ടാകുന്ന ക്ലാസ് ടെസ്റ്റുകൾ, ഇൻറ്റേർണൽ ടെസ്റ്റുകൾ, പിന്നെ എക്സാമുകൾ, ടേം എക്സാമുകൾ, പിന്നെ ഒരു ആനുവൽ എക്സാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസിലേക്കുള്ള തിരക്കായി. എല്ലാ ശനി ഞായറും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ നിങ്ങൾ എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് പോകുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കണ്ടിന്യൂസ് പ്രഷറാണ്. എപ്പോഴും 90% മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ 90% മുകളിൽ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങണം. ഇങ്ങനെ പല പല പ്രഷറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ പലർക്കും ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ്, പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിന് ശേഷം +1 +2 അല്ലെങ്കിൽ കോളേജിൽ എൻറോൾ ചെയ്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പറയാനുണ്ടാവുക അല്ലേ? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കൂൾ ലൈഫിനെ പറ്റി ഓർമ്മിക്കാനുള്ളത്? ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ +1 +2 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് തീരാത്ത ഹോംവർക്കുകൾ, നല്ല കടുകട്ടി ബുക്കുകൾ, ഗൈഡുകൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഇരുന്നാലും തീരാത്ത ഹോംവർക്കുകൾ, കാര്യങ്ങൾ, അസൈൻമെന്റുകൾ, പല പല ഗ്രാഫുകൾ വരയ്ക്കാനുണ്ട്, പല പല പടങ്ങൾ വരയ്ക്കാനുണ്ട്. ഇപ്പോൾ ബയോളജിക്ക് ആണെങ്കിൽ കണ്ട പാറ്റയുടെയും പക്ഷിയുടെയും മനുഷ്യന്റെ ശരീരത്തിന്റെയും, ഫിസിക്സ് ആണെങ്കിൽ പല പല ഗ്രാഫുകൾ, കെമിസ്ട്രി ആണെങ്കിൽ ഒരുപാട് ഓർഗാനിക് ഇനോർഗാനിക് കാര്യങ്ങൾ സോൾവ് ചെയ്യണം. മാത്സ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, 6-7 പേജൊക്കെ വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യാൻ നിൽക്കണം ഹോംവർക്കായിട്ട്. ഇത് തന്നെ എക്സാമിന് നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ലെങ്കിൽ ട്യൂഷന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നു. പിന്നെ ശനി ഞായറും ആണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസും കാര്യങ്ങളും വരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിലായിരിക്കും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളേജ് ലൈഫ് ആണെങ്കിലും സ്കൂൾ ലൈഫ് ആണെങ്കിലും ഒരുപാട് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാനും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ, ജോലിയിൽ, പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്? എൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു 10%, ഞാൻ പഠിച്ചതിൽ 10% താഴെയാണ് ഞാൻ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കണ്ട സാധനങ്ങളെല്ലാം പഠിച്ചു കൂട്ടുന്നത്? നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റാഫ് നമ്മളെങ്ങനെ നമുക്കൊരു ഫിനാൻസ് എങ്ങനെ ചെയ്യണം, നമുക്ക് എങ്ങനെ സേവിങ്സ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യണോ, എത്ര പൈസ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടുന്ന സാലറിയുടെ എത്ര പെർസെൻറ്റേജ് സ്പെൻഡിങ്ങിന് ഉപയോഗിക്കണം, എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് സേവ് ചെയ്യണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതേപോലെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, നമുക്ക് സിറ്റുവേഷൻ 1, സിറ്റുവേഷൻ 2, ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളൊരു കാര്യം ചൂസ് ചെയ്യണം. അത് എന്ത് മാനദണ്ഡം വെച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യും, എന്ത് ക്രൈറ്റീരിയ ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടോ? ബിസിനസ് ചെയ്യണോ, ജോലി വാങ്ങണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ടോ? വളരെ കുറവാണ്, ഉണ്ടാവും, പക്ഷെ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോഴും, അതായത് 21ാം നൂറ്റാണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും ഒരു 200 കൊല്ലം പുറകിലേക്കാണ്. അതായത് ബ്രിട്ടീഷുകാർ എന്താണ് നമ്മുടെ ഇവിടെ അടിച്ചേൽപ്പിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലർക്കുകളെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളെ വേണമായിരുന്നു, അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ അന്ന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. സാഡ്ലി നമ്മൾ ഇപ്പോഴും 200 കൊല്ലം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ 300 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ US രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഒരു സ്കിൽ ഓറിയന്റഡ് ലേണിംഗ് ആണ് ഉള്ളത്.
അപ്പോൾ കുട്ടികൾ പുറത്തു വരുമ്പോഴേക്കും അവർക്ക് പ്രാക്ടിക്കൽ വേൾഡുമായിട്ട് ഈസി ആയിട്ട് സിംഗിൾ ആവാൻ പറ്റുന്നു. നമ്മൾ ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ A+B² എന്നുള്ള സംഭവം പഠിക്കുന്നതല്ലാതെ നമുക്ക് റിയൽ ലൈഫിൽ ഈ നാട്ടിൽ സർവൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് ആവശ്യമുണ്ട്, നമ്മുടെ സോഫ്റ്റ് സ്കിൽ എങ്ങനെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളുടെ, അതായത് ഇന്ത്യയുടെ, ഭാരതത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് ഇതിന്റെ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് റീസൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ നിലവിലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിവേരുകൾ ഇന്നും ചെന്നെത്തുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ 1835 ബ്രിട്ടീഷ് ചരിത്രകാരനും പൊളിറ്റീഷ്യനുമായ തോമസ് മക്ലേ ഇപ്പോൾ വളരെ ഇൻഫേമസ് ആയ ഒരു മിനിറ്റ്സ് ഓൺ ഇന്ത്യാസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അന്നത്തെ ലക്ഷ്യം അല്ലെങ്കിൽ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ചോരയും നീരിലും ഇന്ത്യക്കാരെ പോലെ, കളറിൽ ഇന്ത്യക്കാരെ പോലെ, എന്നാൽ ചിന്തയിൽ ബ്രിട്ടീഷുകാരെ പോലെ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളെ വാർത്തെടുക്കുക എന്നതായിരുന്നു. ഡെവലപ്പിംഗ് എ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇന്ത്യൻ ഇൻ കളർ ആൻഡ് ബ്ലഡ് ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ് ആൻഡ് മോറൽ ഇന്റലക്ട്. എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാർ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോം ചെയ്തപ്പോൾ ഇന്ത്യക്കാരെ ഒരിക്കലും ഒരു ചിന്താശക്തിയുള്ളവരോ അല്ലെങ്കിൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ലീഡേഴ്സായി മാറണം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നുമല്ല ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോം ചെയ്തവർ. അവർക്ക് വേണ്ടിയിരുന്നത് ക്ലർക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒബീഡിയന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ചില വർക്കേഴ്സ്. ഇതായിരുന്നു അവരുടെ മെയിൻ ആവശ്യം. അതായത് ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, മെമ്മറൈസേഷൻ, കാര്യങ്ങൾ കാണാതെ പഠിക്കുക. ഈ ഒരു ഉദ്ദേശത്തിലാണ് അന്നത്തെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി ഫോം ചെയ്ത എഡ്യൂക്കേഷൻ സിസ്റ്റം അവരന്ന് ഉണ്ടാക്കിയത്. വളരെ വിഷമകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം, അതുപോലെ ഒബീഡിയന്റ് ആയിരിക്കണം, ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ കേൾക്കണം, ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ബാഡ് ഇംപ്രഷൻ വരുത്തി വെക്കുന്ന ഒരാളായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇന്നും നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്നത് പല സ്കൂളുകളിലും, പല നാട്ടിലും, പല പ്രദേശങ്ങളിലും. അതായത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴും നോക്കുന്നത് എങ്ങനെ കൂടുതൽ മാർക്ക് മേടിക്കാം, എല്ലാത്തിനും A+ എങ്ങനെ മേടിക്കാം, ഒരു കാര്യം മനസ്സിലാക്കുന്നതിനുപരി എങ്ങനെ 90% മാർക്ക് മേടിക്കാം, 100-ൽ 100 മാർക്ക് മേടിക്കാം, എങ്ങനെ ക്ലാസ് ടോപ്പർ ആവാം, എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എത്ര കാണാൻ പഠിക്കാം, ഈ അബാക്കസ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുക എന്നുള്ള കാര്യങ്ങളല്ലാതെ എന്ത് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, എങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ്, എങ്ങനെ ഒരു ലീഡർ ആവാം, ബാക്കിയുള്ളവരെ എങ്ങനെ നയിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടികളെ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ്, ഇങ്ങനെ പല തരത്തിൽ പല ആളുകൾ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ്. ഈ ഒരു കാലഘട്ടത്തിലും നമ്മുടെ സിലബസ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാലും, മാത്സ് നോക്കിക്കഴിഞ്ഞാലും, സയൻസ് നോക്കിക്കഴിഞ്ഞാലും അന്നത്തെ ഒരു സിലബസ് തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. ചില എക്സെപ്ഷൻസ് ഉണ്ട്. IIT, NIT തുടങ്ങിയ കോളേജുകളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾസ് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് ഇപ്പോഴും ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ സിസ്റ്റം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നും പഠിപ്പിക്കുന്നത്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇന്നുമുള്ള കാര്യങ്ങൾ യാതൊരു റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നും പഠിപ്പിക്കുന്നത്. കോഡിങ്, ഫിനാൻഷ്യൽ ലിറ്ററസി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിസിനസ് ഡെവലപ്മെന്റ്, ഓൺട്രപ്രണർഷിപ്പ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെറുപ്പം തൊട്ടേ പഠിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം നമ്മളെന്തെങ്കിലും അഡീഷണൽ കോഴ്സുകളോ അല്ലെങ്കിൽ നമുക്ക് കരിയർ ഗൈഡൻസ് വേണ്ടി ഞാൻ അഡീഷണലി പൈസ കൊടുത്ത് ചേർന്നാൽ മാത്രമാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ പഠനശേഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു കരിയർ ഗ്രോത്ത് പോലെ എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എങ്ങനെയാണ് ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്, എന്തൊക്കെ ഡാറ്റ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, എങ്ങനെ നമുക്കൊരു ഓട്ടോമേഷനെ നമ്മുടെ ലൈഫ് ഹെൽപ്ഫുൾ ആക്കി മാറ്റാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഈവൻ കോളേജുകളിൽ പോലും പഠിപ്പിക്കുന്നില്ല. ഇതൊന്നും പോരാണ്ട് ആവശ്യമില്ലാത്ത കുറേ പൊളിറ്റിക്സ്, 500 കൊല്ലം 600 കൊല്ലം മുമ്പ് എന്താണ് സംഭവിച്ചത്, നമ്മുടെ രാജ്യത്തെ ആരാണ് ഇതിനും കീഴ്പ്പെടുത്തിയത്,
അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ നമ്മളോട് ദ്രോഹം ചെയ്തു, എങ്ങനത്തെ ആളുകളായിരുന്നു, ഇങ്ങനെയുള്ള കുറേ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ മെയിനായിട്ട് പഠിക്കുന്നത്. മുഗൾ സാമ്രാജ്യം തൊട്ട് അതിന് മുമ്പുണ്ടായിരുന്ന അശോക ചക്രവർത്തി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പാഠ്യപദ്ധതികൾ പലതും ഇന്നും പുറത്തു വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കുത്തിക്കയറ്റി അല്ലെങ്കിൽ തിരികെ കയറ്റി ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ളത് എന്താണോ, എന്ത് സ്കില്ലുകളാണോ, അതിന് അവർക്ക് റെഡി ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ സത്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് 18-ഓ 19-ഓ നൂറ്റാണ്ടിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ നൂറ്റാണ്ടിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ല. ഇനി പറയാനുള്ളത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു എക്സാം സെൻട്രിക് മോഡലിനെ പറ്റിയാണ്. നമ്മുടെ നിലവിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം മാർക്കുകളാണ്. എല്ലാ കുട്ടികൾക്കും എങ്ങനെയെങ്കിലും ഹൈ മാർക്സ് അല്ലെങ്കിൽ ഫുൾ മാർക്സ് മേടിച്ച് പാസ്സാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, ഇന്നോവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു കുട്ടി ഒട്ടും, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു കുട്ടിക്ക് ഒരു തരത്തിലുള്ള റിവാർഡുകളും ഫോർമലായിട്ട് കൊടുക്കുന്നില്ല. അതായത് നമ്മുടെ കേരളത്തിൽ ഉള്ള പോലെ, കേരളത്തിൽ ഇപ്പോൾ ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ കലോത്സവത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഗ്രേസ് മാർക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് ഇന്നോവേഷന് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, എന്താണ് പുതിയൊരു കാര്യം എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മളൊരു പുതിയൊരു സാധനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ വേറൊരു അപ്രോച്ചിൽ നമ്മൾ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് യാതൊരു റിവാർഡില്ല, യാതൊരു ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഒരു ഇന്നോവേഷൻ, പുതിയൊരു സംഭവം ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് എന്ത് വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത്? എനിക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന സിലബസ് കാണാതെ പഠിച്ച് ഞാൻ എക്സാം എഴുതി എനിക്ക് അതിൻ്റെ ബേസിസിൽ, ആ മാർക്കിൻ്റെ ബേസിസിൽ ഒരു സ്കോർ കിട്ടും. അതാണ് എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്നാണ് ഒരു കുട്ടിയുടെ ധാരണ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അവരെ ധരിപ്പിച്ചു വെച്ചേക്കുന്നത്. ഈ എക്സാമിനോടുള്ള അതിയായ ഒരു ഒബ്സഷൻ കുട്ടികളിൽ മെൻ്റൽ പ്രോബ്ലംസും സ്ട്രെസ് പ്രോബ്ലംസും അതുവഴി ഹെൽത്ത് പ്രോബ്ലംസും ഒരു ട്രമെൻഡസ് ലെവലിൽ ഉണ്ടാക്കുന്നുണ്ട്. മിക്ക കുട്ടികളും വളർന്നു വരുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഏക ചവിട്ടുപടി, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് +2 മാർക്സിന്റെ ഒരൊറ്റ ബേസിസിലാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കൽ വേൾഡിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വേൾഡിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ ആർക്കും നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ മാർക്ക് കുറയണ്ട, +2-ലെ മാർക്ക് കുറയണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ നിങ്ങളൊരു ജോലിക്ക് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ടാസ്ക് തരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈമറി ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്കിൽഡ് ആണോ, നിങ്ങൾ ടെക്നിക്കലി നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ. നിങ്ങൾ 10-ാം ക്ലാസ്സിൽ 90% മാർക്ക് മേടിച്ചോ, അല്ലെങ്കിൽ +2-ന് ഫുൾ A+ മേടിച്ചോ എന്ന് നോക്കിയിട്ടല്ല ഒരു ആള് നിങ്ങൾക്ക് ജോലി തരുന്നത്. നിങ്ങൾക്ക് തരുന്ന ജോലി നിങ്ങൾ സമയത്തിന്, അല്ലെങ്കിൽ സമയം സേവ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എങ്ങനെ 6 ലക്ഷം രൂപ നിങ്ങളെ വെച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഒരു കമ്പനി ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു നാച്ചുറൽ ക്യൂരിയോസിറ്റി, പുതിയ കാര്യങ്ങളിൽ അറിവ് നേടാനുള്ള ഒരു ഉത്കണ്ഠ, ഒരു ഉത്സാഹം, ഇങ്ങനെ പല പല കാര്യങ്ങൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരൊരു അടിമകളെ പോലെ നമ്മൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക, മാർക്ക് മേടിക്കേണ്ട കാര്യങ്ങൾ മാർക്ക് ചെയ്യുക, മാർക്ക് മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാതെ, ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം പൊളിറ്റിക്സിനെ പറ്റി വളരെ ധാരണ കുറവാണ്. നിലവിൽ എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ജിയോ പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല. നമ്മുടെ കുട്ടികൾ ഇപ്പോഴും അവർ പഠിക്കുന്ന അതേ കാര്യങ്ങൾ, ഈ ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ഒഴിവ് സമയം കിട്ടുമ്പോൾ കൂടുതൽ കുട്ടികളും റീൽസ് കാണുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ അടിച്ചമർത്തലാണ്. മിക്ക ക്ലാസ് മുറികളിലും കൂടുതൽ ക്വസ്റ്റ്യൻസ്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികളെ ട്രബിൾ മേക്കേഴ്സ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ കുഴപ്പക്കാരായിട്ടാണ് കാണുന്നത്. എല്ലാവരുമല്ല, പക്ഷെ മിക്കവാറും സ്കൂളുകളിലും ക്ലാസ്സുകളിലും ഇതാണ് അവസ്ഥ. ഒരുപാട് ചോദ്യം ചോദിക്കുന്നവൻ എന്നും ടീച്ചറിന്റെ ഒരു ബാഡ് ലിസ്റ്റിൽ വരും, അവനെ മാറ്റി നിർത്തും.
ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചർമാർ പറയും അവിടെ ഇരിക്കും, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനെയാണ് മിക്ക ക്ലാസ് റൂമുകളിലും ഉണ്ടാകുന്നത്. അതായത് ടീച്ചേഴ്സ് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഒബീഡിയൻസ് ആണ്, ഡയലോഗ് അല്ല. കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാനാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റം പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചത് എന്താണോ നിങ്ങളത് ഫോളോ ചെയ്യുക, എന്തൊക്കെയാണോ സിലബസിലുള്ളത് ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾ എങ്ങനെയുള്ളവരാവും? ഈ ഒരു റേഞ്ചിൽ ബൗണ്ട് ചെയ്ത് ചിന്തിക്കാൻ മാത്രമാണ് അവർക്ക് പറ്റുള്ളൂ. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവൻ ആദ്യം ആലോചിക്കുക, ഓക്കെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവൻ ആലോചിക്കുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുക എന്നതല്ലാതെ അതിൽ ചോദ്യം ചോദിക്കണോ, അതിന് തെറ്റുണ്ടോ ശരിയുണ്ടോ ഇങ്ങനെയുള്ള അനാലിസിസും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഞാനൊരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ് എങ്ങനെ പുറത്തു വരും, ക്രിട്ടിക്കലായിട്ട് അത് ചിന്തിച്ച് എങ്ങനെ അതിനൊരു 3-4 സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഇന്നത്തെ കുട്ടികൾക്ക് കഷ്ടകാലത്തിന് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ പുറത്തു വരുന്ന കുട്ടികളിൽ ഒരു ഹെൽത്തി ഡെമോക്രസി പോലും സാധ്യമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, ഞാനത് ഒബേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒബീഡിയൻ്റ് ആയിട്ട് കേൾക്കുന്നു, ഇത്ര മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ എന്ന് പറയുമ്പോൾ എന്നെ പോലെ ഒരു 1000 പേര് അല്ലെങ്കിൽ 1,00,000 വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെമോക്രസി എന്താവും? അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം മാറി ഒരു ഓട്ടോക്രാറ്റിക് എൻവയോൺമെന്റിലേക്ക് അത് പോകും. ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പോരായ്മകൾ കാരണം ഉണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയക്ക് ഇത്രയും കത്തി നിൽക്കുന്ന സമയത്ത് ഇത് വളരെ റെലവൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എന്തെന്നാൽ മിസ്ഇൻഫർമേഷൻ, അതായത് ശരിക്കുള്ള ഇൻഫർമേഷൻ അല്ലാണ്ട് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒരുപാട് സ്പ്രെഡ് ആവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തെറ്റിന്റെ പുറകെ എളുപ്പത്തിൽ പോകാനും നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് മനസ്സിലാകാനുള്ള ഒരു കഴിവ് അവർക്കില്ലാതാകും. ഇന്ത്യയിലെ നിലവിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വലിയൊരു പോരായ്മയായിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഇന്നിക്വാളിറ്റിയാണ്. അതായത് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും തമ്മിലുള്ളൊരു വലിയ അന്തരം, വലിയൊരു ഡിഫറൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. വലിയ സിറ്റികളിൽ കുട്ടികൾ, പ്രത്യേകിച്ച് സമ്പന്നരുടെ മക്കളൊക്കെ ആയിരിക്കും, അവർ പോകുന്നത് അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള കോളേജുകളിലും സ്കൂളുകളിലുമായിരിക്കും. പല പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ പല പല തരത്തിലുള്ള സ്റ്റാഫുകൾ, നല്ല രീതിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്റ്റാഫുകൾ, ഒരുപാട് സർട്ടിഫിക്കേഷൻസും ക്വാളിഫിക്കേഷൻസും ഉള്ള ടീച്ചർമാർ, അതുപോലെ ലാബുകൾ, ഇങ്ങനെ ഈവൻ PT റൂംസ്, പ്രോപ്പർലി ക്ലീൻഡ് ആയിട്ട് ടോയ്ലറ്റ്സ്, ഡ്രിങ്കിങ് വാട്ടർ, ഈവൻ ഇപ്പോൾ ഫുഡ് വരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകൾ കൊടുക്കുന്ന സ്കൂളുകൾ വരെ ഉണ്ട്. വീഡിയോ കോൺഫറൻസിങ് വഴി പല നാട്ടിൽ നിന്നുള്ള ഡിഗ്നിറ്ററീസ് ആയിട്ട് അല്ലെങ്കിൽ അക്കാഡമീഷ്യൻസ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംവാദം, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഈ സ്കൂളുകളിൽ നടക്കും. എന്നാൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ചെറിയ വില്ലേജുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും ഗവൺമെന്റ് സ്കൂളുകൾക്ക് പലപ്പോഴും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരെ കുറവായിരിക്കും. എന്തിനേറെ പറയുന്നു, പല ഗവൺമെന്റ് കോളേജിലും വൃത്തിയുള്ള ടോയ്ലറ്റുകളോ ഒരു ഡ്രിങ്കിങ് ഫെസിലിറ്റിയോ പോലും ഇല്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ പലപ്പോഴും അണ്ടർ സ്റ്റാഫ്ഡ് ആയിരിക്കും. അതായത് 10 പേര് വേണ്ടിയെടുത്ത് 2 പേരായിരിക്കും. ഈ 2 പേരാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള എല്ലാ സബ്ജക്ട്സും കൂടി ഒരാളെടുക്കുമ്പോൾ ഏതെങ്കിലും 2-3 സബ്ജക്ട്സിന് ആ ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഈ ഗവൺമെന്റ് കോളേജിലുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ബിഗ് ഡിഫറൻസ് അൾട്ടിമേറ്റ്ലി ഈ ബിഗ് ഡിഫറൻസ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ കുട്ടികളെല്ലാം വളർന്ന് വലുതാവുമ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റി ഉണ്ടായി, ഇവിടെ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റി ഉണ്ടായി. ഈ 2 ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ്. ഭാവിയിൽ നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം കോളേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ ലെവൽ ഓഫ് സ്കിൽ സെറ്റും ഈ ലെവൽ ഓഫ് സ്കിൽ സെറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്കില്ലിൽ നിന്ന് എടുക്കും, ഞാൻ ഈ സ്കില്ലിൽ നിന്ന് എടുക്കുള്ളൂ, ഈ വലിയ സ്കില്ലുള്ള ആളുകളെ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഈ താഴെയുള്ള കുട്ടികളെല്ലാം പിന്നെയും താഴേക്കിടയിൽ തന്നെ നിൽക്കും. അപ്പോൾ സമൂഹത്തിൽ എക്കണോമിക്കലി 2 ക്ലാസ്സുകളെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരു വിദ്യാഭ്യാസത്തിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ എല്ലാവരെയും ഈക്വൽ ആക്കുക, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, ഒരു അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നുള്ള ഒരു അന്തരം, ഒരു ഡിഫറൻസ് നമുക്ക് കുറച്ചുകൊണ്ട് വരും. എഡ്യൂക്കേഷന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അതല്ല സ്ഥിതി. ഒരു 10-15 കൊല്ലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ NIT, IIT, നീറ്റ്, UPSC, PSC ഇങ്ങനെ പല പല എക്സാമുകൾ, ബാങ്ക് എക്സാമുകൾ, ഇതിനോടുള്ളൊരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പാരലായിട്ട് ഒരു ഇൻഡസ്ട്രി തന്നെ ഫോം ചെയ്തു. അതാണ് കോച്ചിങ് ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു കോച്ചിങ് മാഫിയ ഭയങ്കര പവർഫുൾ ആണ്. ഇവർ
ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാതാപിതാക്കളിൽ ഒരു തോന്നൽ, ഒരു ചിന്ത ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ കോച്ചിങ് സെന്ററിലൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ബാക്കിലാവും അല്ലെങ്കിൽ പുറകിലായി പോകും. ഇതിന്റെ ഫലം എന്താണ്? കുട്ടികൾ എങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം, എങ്ങനെ എക്സാം സ്കോർ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം വളർന്നു വരുന്ന കുട്ടികളാണ്. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും PSC എക്സാം ക്രാക്ക് ചെയ്യണം, എങ്ങനെയെങ്കിലും ബാങ്ക് എക്സാമിൽ ഗുഡ് സ്കോർ ചെയ്യണം, ഈ ഒരു ചിന്തയിൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിക്കുന്നത്. അവർ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഒരു അവസ്ഥയിൽ പുറത്തു വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നത് തന്നെ ഇല്ല. ഇത് മാത്രമല്ല, ഈ ഒരു കോച്ചിങ് അഭിനിവേശം അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസിന് പോകാന്നുള്ള ഒരു അഭിനിവേശം കാരണം പല കുടുംബങ്ങളുടെയും ഫിനാൻഷ്യൽ താളം അല്ലെങ്കിൽ ഫിനാൻസ് തന്നെ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ് പല കുട്ടികളും അല്ലെങ്കിൽ പല ഫാമിലികളും ലോൺ എടുത്തിട്ടൊക്കെയാണ് കുട്ടികളെ, മക്കളെ കോച്ചിങ് സെന്ററിലേക്ക് വിടുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി മാത്രം ചെലവാക്കുന്നത് ഓരോ കേരള ഫാമിലി. നമ്മുടെ എഡ്യൂക്കേഷൻ അക്കാഡമിക്സിലാണ് ഏറ്റവും മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ലൈഫ് സ്കിൽസും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ ലീഗൽ റൈറ്റ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇതിൽ പറയുന്നില്ല. എങ്ങനെ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ സേവിങ്സ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഫിനാൻസ് പ്ലാനിങ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ബേസിക് ലൈഫ് സ്കിൽസ് ആണ്. ഈവൻ ഇപ്പോൾ പിന്നെ പല കോളേജുകളിലും സ്വിമ്മിംഗ് എല്ലാം ഒരു ലൈഫ് സേവിങ് സ്കിൽ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രോത്സാഹനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിൽ അതുമില്ല. അതുപോലെ എന്താണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു വിഷമങ്ങളുണ്ടോ, ആരെങ്കിലും നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചോദിക്കാനോ പറയാനോ ആരും ശ്രമിക്കുന്നില്ല. എങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഒരാളോട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, എങ്ങനെ ബാർഗെയിൻ ചെയ്യാം, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും എവിടെയും നമുക്ക് പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രാക്ടിക്കൽ വേൾഡിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നേരെ താഴ്ന്നു പോവുകയാണ്. കാരണം പ്രാക്ടിക്കൽ ലൈഫിൽ ആവശ്യമുള്ളത് ഇത്തരം ചെറിയ ചെറിയ സ്കില്ലുകളാണ്. എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം, ആ സർവൈവ് ചെയ്യുന്നതിൻ്റെ ബേസിക് സ്കിൽസ് നമുക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജോബ് മാർക്കറ്റ് മിസ്മാച്ച്. അതായത് ജോലി നമ്മൾ പഠിച്ചത് ഇതിൻ്റെ ഒരു മിസ്മാച്ച് ആണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചാലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാലും അവസാനം കേരളത്തിലെ കുട്ടികൾ മേജറായിട്ട് ജോലി ചെയ്യുന്നത്, കേരളത്തിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് IT മേഖലയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സാം എഴുതി. ഇവരിത് പഠിച്ച ടോപ്പിക്സ് എന്താണോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് മേഖലയിൽ എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശമ്പളത്തിൽ ജോലി എടുക്കാനുള്ള സാഹചര്യം ഇന്ന് ഇവിടെ ഇല്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെന്ന് വിചാരിക്കുക. ഞാനൊരു IT മേഖലയിൽ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡന്റ് പെർഫോം ചെയ്യുന്ന അതേ ലെവലിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്രാക്ടിക്കലായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരുപാട് കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം, പുതിയതായിട്ട് ജോലിക്ക് എടുക്കുന്ന ഫ്രഷേഴ്സ് അല്ലെങ്കിൽ കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും വേറെ ഇതര ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും തമ്മിലുള്ള സ്കിൽസിന് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അത് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എങ്ങനെ ഇത് പുറത്തേക്ക് വരണം, ഇപ്പോൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കുട്ടികൾക്ക് കുറഞ്ഞു വരികയാണ്. എന്താണ് ടീം വർക്ക് എന്നോ, ക്രോസ് ആയിട്ടുള്ള ഒരു 2-3 ടീമുകൾ വന്നു കഴിഞ്ഞാൽ ആ ടീമിന്റെ ആളുകളുമായിട്ട് എങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളിൽ മിസ് ചെയ്യുന്നതായി കണ്ടുവരുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഡിഗ്രി ഉണ്ട്. പക്ഷെ ആ ഡിഗ്രിക്ക് ഉതകുന്ന രീതിയിലുള്ള ശമ്പളം ജോലിയിൽ കയറുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ജോലിക്ക് കയറുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നാണ്. ലക്ഷങ്ങൾ മുടക്കി ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുമ്പോഴേക്കും 5-8 ലക്ഷം രൂപയൊക്കെ ആവും. അത് പഠിച്ചിട്ട് എനിക്ക് 30,000 രൂപ മാസ ശമ്പളമുള്ള ക്ലർക്കായിട്ടാണ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഡിഫറൻസ് തന്നെയാണ് അല്ലേ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഒരു 50,000 ഒരു 60,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് എനിക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കോർ കമ്പനികളിൽ ജോലിക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാസം കിട്ടുന്നത് 6,000 തുടങ്ങി 10,000 രൂപ വരെയാണ്. ഒരു സ്റ്റൈപ്പൻഡ് പോലെയാണ് എനിക്ക് കിട്ടുന്നത്. എന്തെങ്കിലും ഒരു മേൽഗതി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 കൊല്ലം എക്സ്പീരിയൻസ് വേണ്ടി വരും. 5-6 കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും ഞാൻ പുറത്താണ് ട്രൈ ചെയ്യുന്നത്. കേരളത്തിൽ നിൽക്കാനായിട്ട് പിന്നെ ആർക്കും താല്പര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നത് എന്താണ്, ഇവിടെ ബേസിക് ഡിഗ്രി പഠിച്ചിട്ട് പിന്നെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഈക്വലന്റ് എമൗണ്ടിലുള്ളൊരു സാലറി നമുക്ക് വരും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവും. ഇവിടെ അതല്ല സ്ഥിതി. അതായത് നമ്മളുടെ കുട്ടികൾ തിയറിറ്റിക്കലി ഡിഗ്രി ഉള്ളവരാണ്, പക്ഷെ പ്രാക്ടിക്കലി അൺഎംപ്ലോയബിൾ ആണ്. ഇനി നമുക്ക് കേരള മോഡലിലേക്ക് വരാം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ്. 100% ലിറ്ററസിയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മളുടെ ഒരു അവയർനെസിന്റെ ഒരു അവബോധത്തിന്റെ ഒരു ലെവൽ എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഈ സക്സസ് സ്റ്റോറിയുടെ അടിയിലൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററസി വളരെ ഹൈ ആണ്, 100% ആണ് എന്നുണ്ടെങ്കിലും ഇന്നോവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ സംസ്ഥാനം വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ പുതിയതായിട്ട് ഒരു ബിസിനസ് വരുന്നില്ല, ഓണ്ടർപ്രണേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നില്ല. ആരും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു ഐഡിയ കൊണ്ടുവരുന്നില്ല. ഒക്കെ കൊണ്ടുവരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ തമിഴ്നാട്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായിട്ട് വേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ജോലി, സേഫ് ആയിട്ടൊരു ജോലി, അതൊന്നില്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാം, അല്ലെങ്കിൽ ഒരു IT പ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിൽ കൂടുതലായി നോക്കുന്നത്. പഠിച്ചിറങ്ങുന്ന ആർക്കും ഓണ്ടർപ്രണർ ആവണ്ട, ഒരു ഇന്നോവേറ്റർ ആവണ്ട, ഒരു ചേഞ്ച് മേക്കിംഗ് സിറ്റിസൺ ആവേണ്ട കാര്യം വരുന്നില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ വൈഡായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. അവർക്ക് വേണ്ടത് കൂടുതൽ മാർക്ക്, കൂടുതൽ നന്നായിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ സ്കൂളുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന വേറൊരു പ്രതിഭാസമാണ് ഈ കണക്കില്ലാത്ത ട്യൂഷൻ സെന്ററുകൾ. 1-ാം ക്ലാസ് തൊട്ട് LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇന്ന് ട്യൂഷൻ സെന്ററുകളാണ്. ക്ലാസ് കഴിഞ്ഞ് 4-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ട്യൂഷനാണ്. 4-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ. 4-ാം ക്ലാസ് തൊട്ട് മിനിമം ഒരു ആവറേജ് ഒരു 50 തൊട്ട് 60% വരെയുള്ള കുട്ടികളെങ്കിലും മാത്സിന് ട്യൂഷൻ പോകും. 10-ാം ക്ലാസ്സിലാവുമ്പോൾ ഒരു 90% കുട്ടികളും ഇന്നത്തെ കാലത്ത് ട്യൂഷൻ പോകുന്നുണ്ട്. +1 +2 പിന്നെ പറയാൻ വേണ്ട. നമുക്ക് ട്യൂഷനും ഉണ്ട്, അതിന്റെ പുറമെ നമുക്ക് എൻട്രൻസ് കോച്ചിങ്ങും കാണും. ഇത് പാരന്റ്സിനും സത്യം പറഞ്ഞ ഒരു ഫിനാൻഷ്യലും മെന്റൽ സ്ട്രെസ്സും കൊടുക്കുകയാണ്. കാരണം 4-ാം ക്ലാസ്സിലായ കുട്ടികൾക്ക് വരെ ട്യൂഷൻ ഫീ കണ്ടെത്താനായിട്ട് പാരന്റ്സ് നെക്കൗട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത്. ഇത് മാത്രമല്ല, നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, ഈ ഗവൺമെന്റ് കോളേജുകളിലും സ്കൂളുകളിലും ടീച്ചർമാർ അല്ലെങ്കിൽ സ്റ്റാഫിനെ വെക്കുന്നത് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒക്കെ വരാറുണ്ട്. ഒരു പൊളിറ്റിക്കലി ബയസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അതും ഒരു കണക്കിന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ബാക്ക്വേർഡ് അല്ലെങ്കിൽ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. അതായത് കേരളത്തിലുള്ള ആളുകളൊക്കെ പേപ്പറിൽ നല്ല അടിപൊളി ആളുകളാണ്, പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു ഇന്നോവേഷൻ, ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കേരളത്തിലെ കുട്ടികൾ പുറകിലാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ IAS എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് സ്കോർ ചെയ്യുന്നതും ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നതും കേരളത്തിലെ ആളുകൾ വളരെ കുറവാണ്. 1-2 പേര് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ പുറത്തുള്ള സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മളെല്ലാം പുച്ഛിക്കുന്ന ബീഹാർ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ, ആസാമിലുള്ള ആളുകൾക്കാണ് മിക്ക ആളുകളും സ്കോർ ചെയ്യുന്നതും റാങ്ക് മേടിക്കുന്നതും ടോപ്പിൽ വരുന്നതൊക്കെ. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ടീച്ചർമാർ അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റാഫിന് മതിയായ പാരിതോഷികം അല്ലെങ്കിൽ മതിയായ ഒരു റെക്കഗ്നിഷൻ, ഒരു സാലറി, അവരറിയിക്കുന്ന രീതിയിലുള്ള സാലറി നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. പല പ്രൈവറ്റ് സ്കൂളുകളിലും ടീച്ചർമാരൊക്കെ വർക്ക് ചെയ്യുന്നത് തുച്ഛമായ ശമ്പളത്തിലാണ്. ഗവൺമെന്റ് സ്കൂളുകളിലാണ് കുറേയെങ്കിലും ശമ്പളം, സ്റ്റേബിൾ ആയിട്ടുള്ള കുറേ നല്ല ശമ്പളം ഉള്ളത്. പക്ഷെ അവർ പലപ്പോഴും അണ്ടർ സ്റ്റാഫാണ്. ടീച്ചർമാർക്ക് കഴിവുണ്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട് ടീച്ചർമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒരു പരിമിതിയൊക്കെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് ആയി കാണുന്നതിനെയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കുറേ നാളുകളായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്, ഒരു സോഷ്യൽ റിഫോർമേഷൻ അല്ല, കാശ് ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റ് സ്കൂളുകളും കോളേജുകളും ഒരു മണി മേക്കിംഗ് എന്റർപ്രൈസ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷൻ ലോബീസ് ആകട്ടെ ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നയങ്ങളും ചട്ടങ്ങളും ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിമറിക്കുന്നതിനായി ശ്രമിക്കുന്നു. നമ്മുടെ രജനീകാന്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടം വേട്ടയാൻ എന്ന് പറഞ്ഞ പടമൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു തീമിൽ എടുത്തേക്കുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾ കോച്ചിങ് സെന്ററിലേക്ക് പോകും, നിങ്ങൾ കോച്ചിങ് സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് മേടിക്കാം, അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് വലിയ നിലയിലെത്താമെന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണുന്നത്.
ചില പ്രൈവറ്റ് കോളേജുകൾ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു ഡിഗ്രി സെല്ലിംഗ് ഷോപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷന് ഫോക്കസ് ചെയ്യാണ്ട് ഡിഗ്രിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് മിക്ക കോളേജുകളും മിക്ക പ്രൈവറ്റ് കോളേജുകളും ഇവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ പല പല എഡ്ടെക് കമ്പനീസ്, ഇപ്പം നമുക്കറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് എഡ്ടെക് കമ്പനീസുകളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് വീട്ടിൽ വന്ന് അവരുടെ ആളുകൾ നമ്മളെ കൗൺസിൽ ചെയ്ത് നമുക്ക് ടാബ് തരും, നമുക്ക് ബാഗ് തരും, നമുക്ക് ബുക്ക് തരും. അതിന് പകരമായിട്ട് നമ്മൾ ഇത്ര രൂപയുടെ പ്ലാൻ എടുക്കണം. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇതെല്ലാം ഒരു കുട്ടി എടുത്തു കഴിഞ്ഞാൽ മറ്റേ കുട്ടി നിർബന്ധിതനാവുകയാണ്. ഈ സാധനം ഞാൻ എടുത്തില്ലെങ്കിൽ ഞാൻ പുറകിലായി പോകുമെന്നുള്ളൊരു ഉത്കണ്ഠ ആ കുട്ടിക്ക് വരുന്നു. അതോടെ കുട്ടി ചെന്നിട്ട് പാരൻസിനെ പ്രഷറൈസ് ചെയ്യുന്നു. അച്ഛാ, അമ്മ, എനിക്ക് ഇത്തരം ആപ്പുകൾ വേണം, ഇതിലെനിക്കൊരു മെമ്പർഷിപ്പ് വേണം, ഇത് മെമ്പർഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുറകിലായി പോകും. അപ്പോൾ പാരൻസ് ലോൺ വരെ എടുത്തിട്ടാണ് ഈ വക ആപ്പുകളിലും എഡ്ടെക് ആപ്പുകളിലൊക്കെ മെമ്പർഷിപ്പ് വാങ്ങുന്നതും അതിലൂടെ പഠിക്കാനായിട്ട് കുട്ടി. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? രാത്രി, പാതിരാത്രി, പുലർച്ചെയൊക്കെ നമ്മൾ ഈ മൊബൈൽ, ടാബ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഒക്കെ നോക്കിയിരുന്നു. അതുവഴി നമ്മുടെ കണ്ണിന് പ്രശ്നം വരുന്നു, നമ്മുടെ മെന്റൽ ഹെൽത്തിന് പ്രശ്നം വരുന്നു, ഉറക്കമില്ലായ്മ വരുന്നു, ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞ ഒരു റിച്ച് വേഴ്സസ് ഒരു പുവർ ഗ്യാപ്പ് ഈ ഒരു ആപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കൂടിയാണ്ടത്. കാരണം പണക്കാരനായ അച്ഛനമ്മമാരുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു സംഭവത്തിന്റെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ അതേ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതിനു വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചിട്ടാണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് വെച്ചേക്കുന്ന പണം എടുത്തിട്ട് വക മാറ്റി ഈ ഒരു സാധനം ആപ്പ് മേടിക്കാൻ നോക്കും. അതുവഴി കുടുംബത്തിന് അധിക ബാധ്യത വരുന്നു. അതായത് പലപ്പോഴും എംപവർമെന്റിനുള്ള ഒരു ടൂൾ എന്ന കാര്യം മാറ്റിവെച്ചുകൊണ്ട് ബിസിനസ്സിന് ഉതകുന്ന ഒരു വഴിയായിട്ട് മാത്രം പല ആളുകളും എഡ്യൂക്കേഷനെ കാണുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നു എന്നാണ് എൻ്റെ ധാരണ. നല്ലൊരു നാളേക്കായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കേണ്ട കടമ നമ്മളുടെ ഇതും കൂടിയാണ്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.